സോ അപർണ, എനിക്കുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണാന്നുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോയി ഓൾമോസ്റ്റ് എല്ലാ സിനിമയും ഒറ്റയ്ക്ക് പോയി കാണുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ തിയേറ്ററിനകത്തുള്ള ഡിസ്റ്റർബൻസസ്. എന്തെങ്കിലും അങ്ങനത്തെ ഡിസ്റ്റർബൻസസ് അപർണയ്ക്ക് ഉണ്ടായിട്ടുണ്ട്? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങനെ ഉണ്ട്. അതായത് നമ്മളിപ്പോ നമ്മള് മൂവി കാണാൻ പോകുന്നത് നമ്മൾ ആ തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അതായത് ഇപ്പൊ പല മൂവീസും നമുക്ക് ഇപ്പൊ അതിന്റെ സൗണ്ട് കാര്യങ്ങൾ, അതിന്റെ സൗണ്ടിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം. തിയേറ്ററിൽ കാണുന്നതും OTT വരുമ്പോഴും ഉള്ളത് നല്ല ഡിഫറൻസ് ഉണ്ട്. അതെ അതെ, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് മേ ബി ഇപ്പോ മെയിനായിട്ട് കുഞ്ഞു മക്കളെയും കൊണ്ട്, കൊച്ചു കുട്ടികളെയും കൊണ്ട് വരാൻ നേരത്ത് അവരുടെ സൗണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ചെറിയ കുട്ടികളാണ്, പക്ഷെ അങ്ങനെ വരാൻ നേരത്ത് അവരുടെ കരച്ചില് അതൊക്കെ ആവാൻ നേരത്ത് നമുക്ക് ആ ഒരു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതെ, എനിക്കത് ഒരുപാട് വട്ടം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ കുഞ്ഞു വാവകളാണെങ്കിൽ കരച്ചിലായിരിക്കും മെയിനായിട്ട്. അത് കുറച്ചും കൂടെ ഒരു 5 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ വന്ന് പിറകെ ഇരുന്നിട്ട് തട്ടവും മുട്ട, നമുക്കൊന്നും പറയാനും പറ്റില്ല. കൊച്ചു പിള്ളേരല്ലേ. നമുക്ക് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യവും വരും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര, ഞാൻ ഈ സിനിമയിൽ ഇന്നായി കഴിയുമ്പോ അതിന്റെ ഇടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യും, നമുക്ക് ഭയങ്കരമായിട്ട് അത് പ്രശ്നം. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഉള്ള പ്രശ്നമാണ് ഈ കാല് വെച്ചിട്ടുള്ള തട്ടല് സീറ്റിലേക്ക്. കാരണം നമ്മള് ഒന്ന് ഇത് നിക്കാൻ നേരത്ത് ഈ കാല് വെച്ചിട്ടുള്ള തട്ടല്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഈ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ആയി കഴിഞ്ഞിട്ട് കുറച്ചു നേരത്തെ വരാം, ഫ്ലാഷ് ലൈറ്റ് അല്ല എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് മൂവി ഒന്ന് റൺ ചെയ്ത് കഴിയുമ്പോ കുറെ ടീമുകാർ വരുന്നത് സമയത്തിന് വരാത്ത. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്നത് എന്താണ് ടൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫ്ലാഷ് വിടും ഈ സീറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ. അതെ അതെ, മൊത്തത്തിൽ അപ്പൊ അങ്ങനെ തന്നെ കൊളാവലാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഏതൊക്കെയോ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ആ മൂവി കാണാൻ പോയപ്പോ ഇതുപോലെ എല്ലാരും ഇങ്ങനെ ലൈറ്റ് അടിച്ച് ഫസ്റ്റ് ഒന്നും എനിക്ക് തീരെ എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അത് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഉള്ളത് അടുത്തിരുന്ന് ഫോൺ യൂസ് ചെയ്യുന്നത്. അതിന്റെ അവര് ബ്രൈറ്റ്നെസ് കൂട്ടിയായിരിക്കും ഇട്ടേക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അതുപോലെ ഒച്ചത്തില് റീല് കാണുക. ഇവരെന്തിനാ റീല് കാണാനാണെങ്കിൽ തിയേറ്ററിൽ വന്നിരിക്കുന്നത്? സത്യം എനിക്ക് ദേഷ്യം വരും. ഞാൻ ഏത് മദ്രാസി കാണാൻ പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. അപ്പൊ ഒരു ചേട്ടൻ, എന്റെ അടുത്തൊരു അങ്കിൾ ഇരിക്കുന്നുണ്ട്. അങ്കിളിന്റെ അപ്പുറത്തൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ ഫോൺ യൂസ് ചെയ്യുന്നു. ലൈക്ക് ശിവകാർത്തികനെ കാണിക്കുമ്പോ ഒച്ചത്തിൽ വിളിക്കുന്നൊക്കെയാണ്. ലൈക്ക് വൈബ് വേണം, പക്ഷെ അതിനൊപ്പം റീൽ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്താണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം അടുത്തിരുന്ന വേറൊരു ചേട്ടൻ ഈ പുള്ളിക്കാരനെ വഴക്ക് പറഞ്ഞ് അവിടുന്ന് മാറി എണീച്ച് പോയ അവസാനം. അത് ഭയങ്കര എനിക്ക് ബാഡായിരുന്നു. അതെ, ഞാനും ഇതുപോലെ തന്നെ കാന്താര കാണാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ആള് മദ്യപിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും ഒരു പ്രശ്നമാണ്. ചിലവര് മദ്യപിച്ചിട്ട് വന്നിട്ട് അടുത്തിരുന്നിട്ട് ഫുൾ കമന്റ്സ് ആണ്. ആരാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല അവർക്ക്. ഫുൾ കമന്റ്സ് ആണ്. അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ. ചിലർ ഈ തിയേറ്ററിനകത്ത് വന്നിരുന്ന് പാൻ മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സ്മെല്ലും ആണ്. നമുക്ക് ഇറിറ്റേറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട്. അതുപോലെ എന്താ ഇപ്പൊ ഉള്ളത്, കമന്ററി എന്ന് പറയുമ്പോ ഒരു ഹീറോയിസം ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഞാൻ ഒരുപാട് തിയേറ്ററിൽ, എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന ടൈം മുതൽ ഈ സാധനം ഉണ്ട്. ഇപ്പോഴും അതുണ്ടോ? ഇപ്പോഴും ഞാൻ പോയ തിയേറ്ററിലൊന്നും അത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഹൊറർ മൂവീസ് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ളത് അടുത്തൊരു പെൺകുട്ടിയായിരിക്കുന്നെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ചിരിപ്പിക്കാന്നുള്ളൊരു സാധനമാണ് അവരുടെ മൈൻഡില്. പക്ഷെ അതൊരു ഭയങ്കര ജോക്കറാവാണ്. സത്യം അവര് ഹീറോ ആവാൻ നോക്കിയിട്ട് ഒന്നും അല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും അത്. പ്രത്യേകിച്ച് സാധാരണ മൂവീസ് പോട്ടേന്ന് പിന്നെ ചില നമുക്ക് ഫാമിലി ആയിട്ട് നമ്മളിപ്പോ ഫാമിലി ആയിട്ട് പോകാൻ നേരത്തെ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കമന്റ്സ് അടിക്കുക. അപ്പൊ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കമന്റ്സ് വരാൻ നേരത്തെ. നമ്മള് ഫാമിലി ആയിട്ട് പോകുമ്പോ, ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോ അതെ അതെ അതെ, അതും എനിക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഈ പൊതുവെ ഹൊറർ മൂവീസ് വന്നപ്പോ ഇറങ്ങിയ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് പിന്നെ കോൺജറിങ് ഇങ്ങനത്തെ മൂവീസ് ഒക്കെ വരുമ്പോ
ഈ പേടിക്കാതിരിക്കാനാണോ, അവർക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവര് കമന്റ് അടിക്കുന്നത് അറിയില്ല. നമുക്ക് അതിന്റെ സീരിയസ്നെസ് നമ്മൾ പോവും. അതെ അതെ. അപ്പൊ ഇവർക്ക് പേടിയാണെങ്കിൽ എന്തിനാ സിനിമയ്ക്ക് പോകും? ഇത് സത്യം, ഇത് പേടിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവരുടെ ആ ഒരു ഇത് ഞാൻ വലിയ സംഭവമാണ് അത് കളയാനൊരു മടിയുണ്ട്. ഈ ഫണ്ണി ഗായ് കളിക്കാൻ നോക്കുന്ന ആള്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണത് ഫണ്ണി ഗായ് അല്ല, ഭയങ്കര ഒരു മറ്റുള്ളവർക്ക് അത് ഭയങ്കര ഒരു മോശമായിട്ടാണ് തോന്നുന്നത്. പറ്റില്ലെങ്കിൽ വരാതിരിക്കുക, നിങ്ങളുടെ ക്യാരക്ടർ തന്നെ നിങ്ങളില്ലാതൊക്കെ. അതെ അതെ. അപ്പൊ ഇനി മുതൽ എനിക്ക് പറയാനുള്ളത് തിയേറ്ററിന് അതുപോലെ ഫുഡിന്റെ കാര്യം. ഫുഡ് കഴിക്കാനാണോ അവര് തിയേറ്ററിൽ വരുന്നത്? ഈ ലേസിന്റെ കവറിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഫുഡ് ഇങ്ങനെ വായിലിട്ട് ചവയ്ക്കുന്ന, നമുക്ക് ചുറ്റുമുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇവരുടെ സൗണ്ട് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഫാമിലി ആയിട്ട് വരാൻ നേരത്തെ പിള്ളേരുടെ സൗണ്ട്, അവരങ്ങോട്ടും കൂടെ സംസാരിക്കാനാണെങ്കിൽ എന്തിനാണ് തിയേറ്ററിൽ വരുന്നത്? ഇഷ്ടംപോലെ പബ്ലിക് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഫറ്റീരിയാസ് ഉണ്ട്, ഇഷ്ടംപോലെ വേറെ സ്പേസുകളുണ്ട്. സിനിമ തിയേറ്ററിൽ വരുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാം ഒരു വൈബിന് വേണ്ടിയിട്ടും കൂടിയാണ്. ആൻഡ് പിന്നെ ഈ സംസാരിക്കാനാണെങ്കിൽ അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ഞാൻ റെട്രോ കാണാൻ പോയപ്പോ എന്റെ അടുത്ത് കപ്പിൾസ് ആണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് സിനിമ കാണണം, എനിക്ക് ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവർക്ക് എന്നാ വേറെ എവിടെയെങ്കിലും പോയി കപ്പിൾസിനെ പറ്റി എന്തോ ഒരു സ്ഥലങ്ങൾ. സത്യം സത്യം, അത് സൂര്യ പറഞ്ഞത് ശരിയാണ്. കാരണം അതും ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതെങ്ങനെ ഒരു ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം, അതും റെട്രോ പോലെ ഒരു മൂവി, ലൈക്ക് എല്ലാരും എന്തിനാണ് സിനിമ കാണാൻ വരുന്നത്? എൻജോയ് ചെയ്യണം, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു സാധനം ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവരെന്തിനാ ഇഷ്ടം പോലെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, തിയേറ്ററിൽ തന്നെ വരണം നിർബന്ധമില്ല. അതൊരു വല്ലാത്തൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ആണ്. ചിലരുടെ സീറ്റ് കാണാം കുറെ ഫുഡ് ഐറ്റംസ് ആയിരിക്കും. ഫുഡ് ഐറ്റംസിന് കഴിക്കാൻ മറ്റേ ഹോട്ടല് പോലെയാണ്. ഒരു ഇന്റർവെല് കഴിഞ്ഞ് വരുമ്പോ നിറച്ച സാധനം. അത് ചിലപ്പോ അപ്പുറത്തിരിക്കുന്നതിന്റെ മേതറിയുന്നത്, മറ്റേ കവറൊക്കെ പൊട്ടിച്ച് നേരെ റിയലാണ്, തലയിലേക്കാണ് സാധനം വന്ന് വീഴുന്നത്. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സിനിമയ്ക്ക് വരുവാണെങ്കിൽ സിനിമ അത്രേ ഉള്ളൂ. ഫുഡ് കഴിക്കാനാണെങ്കിൽ എൻജോയ് ചെയ്യാം, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കി എൻജോയ് ചെയ്തോളൂ, അങ്ങനത്തെ സീൻസിന് എൻജോയ് ചെയ്യാം. അതെ, ഇത് അനാവശ്യമായിട്ടുള്ള ഒച്ചപ്പാടും ബഹളമാണ്. ഒരു ബന്ധമില്ലാത്തതിനൊക്കെ കയറിയിട്ടാണ് കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നത്. സിനിമ ആസ്വദിക്കാൻ പലർക്കും പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല വിഷമമുണ്ട്. അതെ, ഏത് സിനിമ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്ന് അറിയില്ല. സീരിയസ്ലി സിനി ഫൈൽസ് കുറച്ചുള്ളത് കൊണ്ടാണ് നല്ല പടം അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കൂടെ സിനിമ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ്. ഇപ്പൊ DSRAയിൽ തന്നെ ഇറങ്ങിയപ്പോ അവരാദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്, ഒരു അപേക്ഷ പോലെ, നിങ്ങൾ ഈ സിനിമയിൽ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കാം. ഇപ്പൊ കുറെ കമന്റ്സ് ഞാൻ കണ്ടു, ഞാൻ കയറിയ തിയേറ്ററിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അത് ഭയങ്കര ഒരു മാറ്റം വന്നതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു തിയേറ്ററിൽ ഇരുന്ന് പടം കണ്ടവരൊക്കെ ഭാഗ്യവാന്മാരാണ് സത്യത്തിൽ. തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് മൂവി കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത്, അതായത് ആളിരുന്ന് ഇത് റീൽസ്, അതായത് റീൽസ് അല്ല ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ചിലർ ഗെയിമും കളിക്കും, ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുക. പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയായിട്ട് എനിക്ക് പിന്നെ എന്തിനാ വരുന്നേ? ചിലർ ഒച്ചത്തിൽ കോൾ ചെയ്യും, എടാ ഞാൻ തിയേറ്ററിലാടാ, ഞാൻ വിളിക്കാം എന്ന് കട്ട് ചെയ്യില്ല. പിന്നെ എന്താ കാര്യം എന്താ? എനിക്കിങ്ങനെ ദേഷ്യം വരും, കാരണം നമ്മൾ ആ സിനിമയിൽ ഇന്നായി. പിന്നെ അതുപോലെ തന്നെ ഈ സൗണ്ട് ഭയങ്കര, ആൾക്കാർ ഭയങ്കര രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഫോൺ സൈലന്റ് ആക്കാൻ മറന്നു. ഞാൻ ആദ്യം തിയേറ്ററിൽ കയറിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഫോൺ സൈലന്റ് ആക്കി മാറ്റി വെക്കുക എന്നുള്ളത്. പിന്നെ ബ്രൈറ്റ്നെസ്സും കുറയ്ക്കാം. ഈ ഒരു അങ്കിൾ എന്റെ അടുത്തിരുന്ന് ഫോൺ യൂസ് ചെയ്യുകയാണ്, ബ്രൈറ്റ്നെസ് അങ്ങേയറ്റം, എനിക്ക് കണ്ണടിച്ചു പോവാറായി. സിനിമ അപ്പൊ നമുക്ക് രണ്ട് സൈഡിലോട്ട് പോവും ഒരു സാധനം. അതെ, മാക്സിമം ഫോൺ ഒന്ന് സൈലന്റ് ആക്കി വെക്കാം. ഫോൺ യൂസ് ചെയ്യാതിരിക്കാം. മൊത്തത്തില് നമ്മള് മാത്രമല്ലല്ലോ സിനിമ കാണുന്നത് എന്നുള്ളൊരു ബോധം വേണം. നമ്മള് മറ്റുള്ളവരും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരും ഈ പൈസ മുടക്കി വന്നിരിക്കുന്നത് ആ മൂവി കാണാനും അത് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പക്ഷെ അത് സൊസൈറ്റി മറക്കുന്നു, പലരും മറക്കുന്നു ആ ഒരു സാധനം. ഇത് ബോധമില്ല. അതെ, അത് അവര് മാത്രമേ ഉള്ളൂ അതിന്റെ ഉള്ളില് എന്നുള്ളൊരു ചിന്തയാണോ? എനിക്കറിയില്ല. സോ എന്തായാലും
ഒരു ബേസിക് മാനേഴ്സ് എല്ലാരും കീപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി തിയേറ്ററിൽ നല്ല നല്ല മൂവീസ് ഇനി ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതുപോലെ പബ്ലിക് ന്യൂസൻസ് ആവാതെ എൻജോയ് ചെയ്യാം. അതെ, മൂവീസ് എൻജോയ് ചെയ്യാം. മൂവീസ് എൻജോയ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് കൈയടിക്കേണ്ടടുത്ത് കൈയടിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാക്കാം. പക്ഷെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ മാക്സിമം എല്ലാവരും ഒന്ന് നോക്കാം. താങ്ക് യു.